ഹായ് ഫ്രണ്ട്സ്, മീരൂസ് മീഡിയ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഉ ഊ എന്നീ ചിഹ്നങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന വാക്കുകളും വായനാ കാർഡുമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉ എന്ന ചിഹ്നം ചേർന്ന് വരുന്ന പദങ്ങൾ നോക്കാം. കുട, ചുട്ടു, പുതച്ചു, പുതപ്പ്, മുട്ട, തുവര, പുരട്ടുക, തടവുക, കുക്കു, ചുക്ക്, നുറുക്ക്, മുറുക്ക്, കുറുക്ക്, ചുറുചുറുക്ക്, കുക്കർ, ആടുക, ഉരുണ്ട, ഒരു, അരുൺ. ഇനി നമുക്ക് ഊ ചേർന്ന് വരുന്ന പദങ്ങൾ നോക്കാം. കൂട്ട്, ചൂട്, പൂക്കൾ, തൂവൽ, നൂൽ, നൂറ്, കൂറ്, ഷൂസ്, സൂപ്പ്, മൂക്ക്, ചൂട്ട്, പൂട്ട്, ചൂല്, ചൂരൽ, ടൂർ, പൂണൂൽ, തൂൺ, കൂട്ടൽ, മൂട്ട. ഉ ഊ എന്നീ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അതിൽ വരുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നന്നായിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. കുട എന്ന് പറയുമ്പോൾ കു ഉ എന്ന സൗണ്ടാണ് വരുന്നത്. എന്നാൽ കൂട്ട് എന്നാണെങ്കിലോ കൂ. അപ്പോൾ ഈ രണ്ട് വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വായനാ കാർഡിലേക്ക് പോകാം. ആദ്യം ഉ എന്ന ചിഹ്നത്തിന് പ്രാധാന്യം നൽകുന്ന വായനാ കാർഡാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം, ഒരൊറ്റ ചിഹ്നം മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വായനാ കാർഡ് നിർമ്മിക്കാൻ സാധിക്കില്ല. അപ്പോൾ വിവിധ തരത്തിലുള്ള ചിഹ്നങ്ങൾ കയറി വരും. എങ്കിലും നമ്മൾ ഉ എന്ന ചിഹ്നത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നന്നായി ഉ എന്ന ചിഹ്നം ശ്രദ്ധിച്ചുകൊണ്ട് വായനാ കാർഡ് ശ്രവിക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികൾ ചുറുചുറുക്കോടെ കുട്ടൻ ചേട്ടൻ്റെ കടയിലേക്ക് നടന്നു. അമ്മു കുട എടുത്തു. കുക്കു കുക്കർ എടുത്തു. അരുൺ നുറുക്ക് എടുത്തു. മക്കു മുട്ട എടുത്തു. ഷമ്മു ചുക്ക് എടുത്തു. രാത്രി എല്ലാ കുട്ടികളും വീട്ടിലെത്തി. അമ്മ കുളിക്കാൻ പറഞ്ഞു. അമ്മ കുട്ടികൾക്കെല്ലാവർക്കും വേണ്ടി ദോശ ചുട്ടു. കുട്ടികൾ ദോശ കഴിച്ചു. എല്ലാവരും കിടന്ന് ഉറങ്ങി. ഇനി നമുക്ക് ഊ എന്ന ചിഹ്നത്തിന് പ്രാധാന്യം നൽകുന്ന വായനാ കാർഡ് ശ്രവിക്കാം. സൂര്യയും സൂരജും സഹോദരങ്ങളാണ്. വലിയ കൂട്ടുകാരാണിവർ. ഒരു ദിവസം കൂട്ടുകാരോടൊപ്പം കൂട്ടുകൂടാനായി ഒരു കുപ്പിയിൽ കുടിവെള്ളവും ഒക്കെ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി.
പോകുന്ന വഴിക്ക് സൂരജ് ഒരു മൂവാണ്ടൻ മാവിൽ കയറി 3 മാങ്ങ പറിച്ചു. മാവിൽ 100 കണക്കിന് പഴങ്ങൾ ഉണ്ടായിരുന്നു. സൂര്യയും സൂരജും ഓരോന്ന് വീതം കഴിച്ചു. അവർ മുന്നോട്ടേക്ക് നടന്നു. ദൂരെ ഒരാൾ നിലത്ത് കിടക്കുന്നത് അവർ കണ്ടു. ചൂട് കൂടിയപ്പോൾ വീണുപോയതാണെന്ന് അയാൾ പറഞ്ഞു. സൂരജ് അയാളെ എഴുന്നേൽപ്പിച്ച് കൈവശമുള്ള വെള്ളം കുടിക്കാൻ കൊടുത്തു. വെള്ളം കുടിച്ച ശേഷം സൂരജ് കൈവശമുള്ള മൂവാണ്ടൻ മാങ്ങ അദ്ദേഹത്തിന് കഴിക്കാൻ നൽകി. നന്ദിയുടെ കൂറ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഉണ്ടായിരുന്നു. കുട്ടികൾ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് 100 ചൂല് കണ്ടു. യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അയാൾ 3 ചൂല് സൂരജിനും സൂര്യയ്ക്കും നൽകി. കുട്ടികൾ മുന്നോട്ടു നീങ്ങി. അവരുടെ കൂട്ടുകാർ പൂന്തോട്ടത്തിൽ ഇവരെ കാത്തിരിക്കുകയായിരുന്നു. സൂരജിനെയും സൂര്യയെയും കണ്ടപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഓടി വന്നു. കുട്ടികൾ കുറച്ചുനേരം കളിച്ചു. അതിനുശേഷം അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടന്നു. പൂന്തോട്ടത്തിൻ്റെ അടുത്തുനിന്ന് അവർ കുറേ സാധനങ്ങൾ ശേഖരിച്ചു. പൂക്കൾ, തൂവൽ, ചൂട്ട്, ചൂരൽ എന്നിവയൊക്കെയാണ്. പൂക്കളും തൂവലും കുട്ടികൾ വീട്ടിലേക്ക് കൊണ്ടുപോയി. ചൂട്ടും ചൂരലും കുട്ടികൾ കടയിൽ കൊണ്ടുപോയി വിറ്റു. എല്ലാ ദിവസവും 3 മണിക്ക് ഇവരുടെ കൂടിക്കാഴ്ച നടന്നുകൊണ്ടേയിരുന്നു. ഈ വായനാക്കാർഡ് ഏവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വിജ്ഞാനവും വിനോദകരവുമായ ഒരുപാട് വീഡിയോകളുമായി നമ്മൾക്ക് വീണ്ടും കാണാം. വീഡിയോ ശ്രവിച്ച ഏവർക്കും നന്ദി.